PSC റാങ്ക് ലിസ്റ്റുകൾ നീട്ടാനുള്ള മന്ത്രിസഭാ ശുപാർശ അംഗീകരിച്ചു PSC. മെയ് 25-നും ഓഗസ്റ്റ് 31-നും ഇടയിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളാണ് 30 വരെ നീട്ടുന്നത്. അനിരു അശോകൻ വിവരങ്ങളുമായി ചേരുന്നു. അനിരു, അങ്ങനെ മന്ത്രിസഭയുടെ ശുപാർശ PSC അംഗീകരിച്ചിരിക്കുന്നു. നേരത്തെ റാങ്ക് ലിസ്റ്റുകളിൽ തുല്യത ഉറപ്പാക്കുക എന്നുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. നിലവിൽ അതടക്കം പരിഹരിക്കപ്പെട്ടോ? നിലവിൽ സാങ്കേതിക പ്രശ്നങ്ങളൊന്നുമില്ല. ശ്യാമിലി, ഇപ്പോൾ ആ സാങ്കേതിക പ്രശ്നങ്ങളും ആ ശുപാർശകളിലെ നിയമനത്തിലൊരു സാങ്കേതിക തടസ്സമൊക്കെ ഉണ്ടെങ്കിലും സർക്കാരുമായിട്ടുള്ള ഒരു നേരിട്ട് ഏറ്റുമുട്ടൽ ആദ്യമേ വേണ്ട എന്നുള്ള നിലപാടിലാണ് PSCയിലെ LDF നോമിനികളായ 19 അംഗങ്ങളും സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇന്നു മുതൽ, അതായത് മെയ് 25 മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള ലിസ്റ്റുകൾക്ക് നവംബർ 30 വരെയുള്ള കാലാവധിയിൽ നീട്ടി നൽകാനാണ് തീരുമാനമായിരിക്കുന്നത്. ഈ ഒരു ശുപാർശ അംഗീകരിച്ചതോടെ ഏകദേശം 289 റാങ്ക് ലിസ്റ്റുകൾക്ക് ഇതിൻ്റെ ഒരു ഗുണഫലം ലഭിക്കുക. ഏകദേശം 30,845 ഉദ്യോഗാർത്ഥികളാണ് ഈ റാങ്ക് ലിസ്റ്റിലുള്ളത്. പ്രധാനമായും ഈ റാങ്ക് ലിസ്റ്റുകൾ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഈ അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്ക് ലിസ്റ്റിലെ ഏകദേശം നല്ലൊരു ശതമാനം ഉദ്യോഗാർത്ഥികൾക്ക് ഇതുവഴി നിയമനം ലഭിക്കും. കൂടാതെ സിവിൽ സപ്ലൈസ് വകുപ്പിലെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തികയിൽ നിയമനം ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. കൂടാതെ ഈ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സോഷ്യോളജി, സൈക്കോളജി, ഫിലോസഫി, മലയാളം, ബിസിനസ് മാനേജ്മെൻറ്റ്, മൈക്രോബയോളജി, മ്യൂസിക്, സുവോളജി, പൊളിറ്റിക്കൽ സയൻസ്, ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ അധ്യാപക നിയമനങ്ങൾ, LD ടൈപ്പിസ്റ്റ്, കമ്പനി ബോർഡ് കോർപ്പറേഷനിലേക്കുള്ള LD ടൈപ്പിസ്റ്റ്, സപ്ലൈകോ അസിസ്റ്റന്റ് സെയിൽസ്മാൻ, അസിസ്റ്റന്റ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അടക്കം 289 ചെറുതും വലുതുമായ ലിസ്റ്റുകൾക്കാണ് ഇപ്പോൾ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. കൂടാതെ ഇതിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത് സപ്ലൈകോയിലെ അസിസ്റ്റന്റ് സെയിൽസ്മാനാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തെങ്കിലും സാധാരണഗതിയിൽ എന്ന് മുതൽ എന്ന് വരെയാണ് നടപ്പിലാക്കേണ്ടതെന്നും ഉണ്ടായിരുന്നു. എന്നാൽ അത്തരമൊരു ശുപാർശയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് മന്ത്രിസഭ ചേർന്ന് തീരുമാനമെടുത്തത് മെയ് 20-നാണെങ്കിലും ആ സർക്കാരിൻ്റെ ശുപാർശയിൽ അങ്ങനെ ഒരു തീയതി ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഇന്ന് PSC യോഗം ചേർന്ന ആ തീയതി വെച്ച് ഇപ്പോൾ ലിസ്റ്റ് നീട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ്. കാരണം കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് കോവിഡ് ഒഴികെയുള്ള കാലങ്ങളിൽ ഈ പറയുന്ന റാങ്ക് ലിസ്റ്റ് ഒരു തരത്തിലും നീട്ടണ്ട എന്നുള്ള നിലപാട് തന്നെയാണ് LDF സർക്കാർ സ്വീകരിച്ചത്. ഇത് ഒരു വലിയ പ്രതിഷേധത്തിനും ഇടയാക്കിയിരുന്നു. നമ്മൾ കണ്ടതാണ്, സെക്രട്ടേറിയറ്റ് പരിസരത്ത് ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ വരുന്നു, തലമുട്ടയടിക്കുന്നു, റോഡിൽ കിടന്ന് ഉരുളുന്നു, പല മുട്ടുകുത്തി പ്രതിഷേധം നടത്തുന്നു. പക്ഷേ അപ്പോഴൊന്നും റാങ്ക് ലിസ്റ്റുകൾ നീട്ടേണ്ടതില്ല എന്നുള്ള നിലപാട് തന്നെയായിരുന്നു ഇടത് സർക്കാർ സ്വീകരിച്ചത്. എന്നാൽ UDF സർക്കാർ അധികാരത്തിൽ വന്ന് രണ്ടാം മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അവർ ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ ഒരു നിലപാടെടുത്തു. അതായത് ഓഗസ്റ്റ് 31 വരെ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകൾ ഒരു 3 മാസം കൂടി നീട്ടി നൽകണമെന്നുള്ളത്. എന്നാൽ സർക്കാർ ആവശ്യപ്പെട്ടത്, PSCയോട് ആവശ്യപ്പെട്ടത് ഈ 289 റാങ്ക് ലിസ്റ്റുകൾക്കും തുല്യത ഉറപ്പാക്കണമെന്നുള്ളതാണ്. അതായത് മെയ് അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകൾക്ക് 3 മാസം, ഓഗസ്റ്റിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകൾക്ക് 3 മാസം എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവരണമെന്നുള്ളതാണ്. പക്ഷേ അത് അത്രത്തോളം പ്രായോഗികമല്ല എന്നുള്ള നിലപാടിലാണ് PSC. ഇപ്പോൾ എന്തായാലും അതിനെ സംബന്ധിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഇപ്പോൾ എന്തായാലും നമുക്ക് ലഭിക്കുന്ന വിവരം ഈ PSC റാങ്ക് ലിസ്റ്റുകൾ നീട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. ശരി, അപ്പോൾ ആ സാങ്കേതിക പ്രശ്നങ്ങൾ അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ ഒരു പുനഃപരിശോധിച്ച് വീണ്ടും ശുപാർശ തയ്യാറാക്കാനൊക്കെ മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ സർക്കാരിനോട് ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടൽ വേണ്ട എന്നുള്ളതാണ് നിലവിൽ PSCയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ അവരത് അംഗീകരിക്കുകയാണ്. റാങ്ക് ലിസ്റ്റ് നവംബർ 30 വരെ നീട്ടും. തീർച്ചയായും കയ്യടി അർഹിക്കുന്ന ഒരു തീരുമാനം തന്നെയാണത്.